ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നത് കേട്ടാ. വളരെ സിമ്പിൾ ആയ ഒരു 4 മണി പലഹാരമാണ്. ഇപ്പൊ നമ്മളെ പുതിയ തലമുറക്കൊന്നും അറിയാത്തൊരു 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പൊ എന്താ നോക്കിയൊക്കെ, അരി വറുത്തതും ചായയാണ് കേട്ടാ. അപ്പൊ അടിപൊളിയായിട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും. പിന്നെ ഒരു ഇതെല്ലാവർക്കും അറിയണുണ്ടാവും. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ചായയുടെ. നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ചായ ഉണ്ടാക്കിയാൽ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ്. അപ്പം നിങ്ങളെ കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടാ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോണ കേട്ടാ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഈ പലഹാരം അറിയണ്ടാവില്ല. അത് നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പം നമ്മൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേ ഞാൻ കുറച്ച് കുത്തരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പം നമുക്കിത് നമ്മളെ ചൂടായ ചട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പലഹാരമൊക്കെ നമ്മളെ പണ്ടത്തെ ആൾക്കാർക്കാണ് കൂടുതൽ പരിചയം ഉണ്ടാവുക കേട്ടോ. ഇന്നത്തെ പിള്ളേർക്കൊന്നും അറിയണ്ടാവില്ല. നമ്മളിപ്പോൾ ചായക്ക് ഒന്നുമില്ല കടിക്കാന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാരൊക്കെ അരി വറുക്കുകയാണ് ചെയ്യട്ടെ. ചായക്ക് അരി വറുക്കും, പിന്നെ നല്ലോണം നാളികേരം ചിരവിട്ടിട്ട് നല്ല കട്ടൻ ചായയിലിട്ടിട്ട് ഇങ്ങനെ കുടിക്കും. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഇന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഒന്ന് വറുത്ത് കഴിച്ചാലോ എന്ന്. എൻ്റെ ഉമ്മയൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് ഉണ്ടാക്കി തന്നിട്ട് അങ്ങനെ. എനിക്ക് അന്നും ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണിത്. നമ്മളിനിയിപ്പോൾ എന്ത് ചിക്കനും അതും ഇതും എന്ത് അടിപൊളി ഐറ്റംസ് കഴിച്ചാലും ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് അറിയുണ്ടാവില്ല. ഞാൻ എൻ്റെ മോനുണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ, അവന് ഇഷ്ടമാണ്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയാലാണ് ഇത് മുരിഞ്ഞ് സെറ്റായി വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളികേരം ചിലവാൻ പോവാണ് കേട്ടോ. നമ്മൾ അരിമണിയിൽ ഇട്ട് കൊടുക്കാനാണ്. നമുക്കിനി ഇത് പൊടിച്ചിട്ടും കഴിക്കാം കേട്ടോ. ഇപ്പോൾ വറുത്തിട്ട് ചായയിലിടുന്നതും പിന്നെ പൊടിച്ച് നാളികേരും അരിമണിയൊക്കെ കൂടി പൊടിച്ച് നല്ല പഞ്ചസാരമൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലും കഴിക്കാട്ടാ. ഞാൻ പിന്നെ അരിയൊന്ന് വറുത്ത് കൊടുക്കാൻ നിന്നു. അതാണ് നാളികേരം ചിരവിണ്ണതിൻ്റെ ഇടയിലൊരു ഇടവേള വന്നത്. അപ്പോൾ നല്ലോണം നാളികേരം ചിരവിടണം കേട്ടോ ചായയിൽ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് മുഴുവൻ ചിരവിടുക്കാട്ടാ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതേ നമ്മൾ അരി ഇത്രത്തോളമൊക്കെ മുരിഞ്ഞ് വന്നിട്ട് കേട്ടോ. അപ്പം ഇനി ഫുള്ളായിട്ട് മൊരിഞ്ഞ് വരണേ. നല്ലോണം മൊരിഞ്ഞ് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അരിയൊക്കെ വറുത്ത് സെറ്റ് ചെയ്തിട്ടാ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാനുള്ള പരിപാടി നോക്കാട്ടാ. ഇത് പണ്ട് കാലത്തെ ആൾക്കാർ ചൂലപ്പൊന്നും പറയട്ടെ. അരിമണി എന്ന് മാത്രമല്ല പറയാം, ചൂലപ്പൊന്നും പറയേ. അപ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നല്ലൊരു 4 മണി പലഹാരം തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഒക്കെ സെറ്റ് ആയിട്ടാ. നാളികേരും അരിമണിയും ഒരു സെറ്റ് ആയിട്ടാ. അപ്പോൾ ഇതേ നമുക്ക് നമ്മളെ അരി വറുത്തതും ചായയും കുടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചായ ഒഴിച്ചു കൊടുക്കാം ആദ്യം. ചായ കുറച്ച് ചൂടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അരിമണി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര വേണ്ടിച്ചാൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഇതേ നമ്മൾ അരി വറുത്തും ചായ കണ്ടില്ലേ, നല്ല അടിപൊളിയായി സെറ്റ് ആയിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കോളൂ കേട്ടോ. അപ്പോൾ ഇതേ എല്ലാവരും നമ്മുടെ 4 മണി പലഹാരം കണ്ടില്ലേ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. പഴയ ആൾക്കാർക്കൊക്കെ എന്തായാലും അറിയുണ്ടാവും. അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കോളൂ കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികളും ഉണ്ടാക്കി വെക്കോളൂ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. വളരെ സിമ്പിളാണ്, അധികം ക്യാഷ് ചെലവും ഇല്ല അല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് എല്ലാവരോടും, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. എന്നാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.